ഇല്ല. ഈ തൊഴിലാളികൾ കേരളം വിട്ടു പോകുന്നതിനുള്ള ഒരു തരത്തിലുള്ള സാധ്യതയുമില്ല. മാത്രമല്ല, കേരളം വിട്ട് തൊഴിലാളികൾ ഒരു കാരണവശാലും പോകില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഒന്ന്, ഈ മമതാ ബാനർജി ഓഫർ ചെയ്തിരിക്കുന്ന ഈ 5000 രൂപ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. ഇവിടെ 1000ഉം 1200ഉം ഒക്കെ വരുമാനം വാങ്ങുന്നവരാണ്. കേരളത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും 1000 അതുപോലെ തൊഴിൽ വേതനം വാങ്ങുന്നവരാണ് ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ. കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾക്ക് ഇതേ രീതിയിലുള്ളതൊക്കെ വേതനം ലഭിക്കുന്നുണ്ട്. അവർക്ക് തിരിച്ച് ഇപ്പോ അവരുടെ വീട് വെച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കടബാധ്യതകൾ, വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിറവേറ്റാനായിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ മമതാ ബാനർജി നടത്തിയിരിക്കുന്ന ഇത്തരത്തിൽ 5000 രൂപയോ അങ്ങനെ ചില പുനരധിവാസ പദ്ധതികളോ ഒക്കെ നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് തൊഴിലാളികൾ അങ്ങോട്ട് പോകില്ല. ഒരു സംസ്ഥാനത്തിന് ലക്ഷക്കണക്കിന് വരുന്ന പുറത്തുള്ള തൊഴിലാളികളുടെ ഇത്തരം പുനരധിവാസ പദ്ധതികൾ പ്രായോഗികമായി നടപ്പാക്കാനായിട്ട് കഴിയുകയുമില്ല. മറിച്ച് മറ്റൊരു കാര്യം, തൊഴിലാളികൾ എല്ലാ സ്ഥലത്തും, ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യേകിച്ച് ബംഗാൾ തൊഴിലാളികൾ ബംഗ്ലാദേശി ബന്ധം ആരോപിക്കപ്പെട്ടിട്ട് വിവേചനത്തിനിരയാകുന്നുണ്ട്, അതിക്രമത്തിനിടയാകുന്നുണ്ട്, ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവരുടെ ആധാർ കാർഡുകൾ ചോദിക്കുന്നു, അവരൊരു അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അരക്ഷിതാവസ്ഥയെ അഭിമുഖീകരിക്കേണ്ട ഉത്തരവാദിത്വം മമതാ ബാനർജിക്കുണ്ട്, അല്ലെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാന സർക്കാരുകളിലും ഈ കാര്യമുണ്ട്. അതിനൊരു അന്തർ സംസ്ഥാന ബന്ധം ഈ കാര്യത്തിൽ ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത്. മറിച്ച് മമതാ ബാനർജി പറഞ്ഞിട്ടുള്ള തിരിച്ച് നാട്ടിലേക്ക് വരൂ, ഞാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം, ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്ന് മമതാ ബാനർജി പറഞ്ഞിട്ടുള്ളത്, അത് തൊഴിലാളികൾക്ക് വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. മമതാ ബാനർജിയുടെ ഈ പ്രസ്താവനയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് അങ്ങനെ പരിഹരിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു അന്തർ സംസ്ഥാന ബന്ധം എന്ത് ചെയ്യേണ്ടതുണ്ട്? ഉണ്ടാവേണ്ടതുണ്ട്. തൊഴിലാളികൾ ഇവിടെ വലിയ തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. തൊഴിലാളികൾ ജോലി ചെയ്തതിനു ശേഷം വേതനം ലഭിക്കുന്നില്ല. നിരവധി തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടു മരണമടഞ്ഞിട്ടുണ്ട്. അവരുടെ കുടുംബത്തിന് നിയമാനുസൃതമായ നഷ്ടപരിഹാരം ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വംശീയമായിട്ടുള്ള തൊഴിലാളികളെ ആൾക്കൂട്ടം ചേർന്ന് കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് കേരളത്തിലൊരു ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് എങ്കിൽ പോലും ഈ സർക്കാരിന് അതീതമായി കേരളത്തിൽ വളരെ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ സ്വാധീനത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന വളരെ ഇടതുപക്ഷ സ്വാധീനം മാത്രമല്ല കേരളത്തിലുള്ളത്, അതിശക്തമായ ഒരു BJPയുടെയോ RSSന്റെയോ ഒക്കെയുള്ള ഒരു സ്വാധീനം കേരളത്തിൽ ശക്തമായിട്ടുണ്ടെന്നും അത് തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ഒരു വംശീയമായ വിവേചനമായിട്ട് അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അടുത്ത എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി സ്ക്രാപ്പ് വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ ഷെൽട്ടറുകൾ ഇടിച്ചു നിരത്തിയിട്ടുണ്ട്. ഈ ബുൾഡോസർ JCB വെച്ചിട്ട് ഇടിച്ചു നിരത്തിയിട്ടുണ്ട്. കളക്ടർ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷിക്കാനായിട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. ആ സ്ക്രാപ്പ് വർക്കേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ എന്ത് ചെയ്തിട്ടുണ്ട്? കുട്ടികളുടെ ആ സ്കൂളുകളിൽ പഠിക്കുന്നവരുടെ വിദ്യാഭ്യാസം മുടങ്ങിയിട്ടുണ്ട്. ആ സ്ക്രാപ്പ് കളക്ടേഴ്സ് ആയിട്ടുള്ള അവരുടെ ഭാര്യമാര് അവിടെയുള്ള വീടുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് BJP മാത്രമല്ല ഇത് ചെയ്യുന്നത്, കോൺഗ്രസ് റൂൾഡ് മുനിസിപ്പാലിറ്റി, കോൺഗ്രസ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി പോലും ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യങ്ങളുടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ തൊഴിലാളികൾ അങ്ങനെ തിരിച്ചു പോകാനായിട്ട് സന്നദ്ധരാകില്ല. തൊഴിലാളികൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള ഇടപെടലുകളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു അന്തർ സംസ്ഥാന ബന്ധങ്ങൾ വഴി ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് പ്രോഗ്രസീവ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ ഇക്കാര്യത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ ഇക്കാര്യത്തിൽ ഉള്ള ഒരു അഭിപ്രായം. ശരി, ശ്രീ ജോർജ് മാത്യു, ഒരു കാര്യം, ഇപ്പം കൂടുതൽ വേതനം, മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഉള്ളിടത്ത് എവിടെയോ അവിടേക്ക് തൊഴിലാളികൾ വരും. അത് സാഹചര്യമാണ്. മലയാളികൾ ഗൾഫ് രാജ്യങ്ങളോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന്റെ കാരണം എന്ത്? ഇത് തന്നെയാണ് ആ കാരണം. അതുപോലെ കേരളത്തിലേക്ക് വരുന്നവർക്ക് ഇവിടെ ഒരു മെച്ചപ്പെട്ട സാഹചര്യം അവർ കാണുന്നുണ്ട്. അവരുടെ ഗൾഫ് ആവാം ഒരു പക്ഷേ കേരളം. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് അല്ലെ അവിടുത്തെ സർക്കാരുകൾ ആശങ്കപ്പെടുന്നത് പോലെ ഇവിടെ കൂടുതൽ പരിഗണനകൾ, കൂടുതൽ വെൽഫെയർ ആക്ടിവിറ്റീസ് അവർക്ക് കിട്ടേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ഈ സ്റ്റേറ്റിൻ്റെ ചുമതലയാണോ അതല്ല പശ്ചിമബംഗാൾ സർക്കാർ തന്നെയാണോ അതിൻ്റെ ചുമതല വഹിക്കേണ്ടത്? യഥാർത്ഥത്തിൽ അത്തരം ചില കാരണങ്ങൾ കൊണ്ടാണോ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് മമതാ ബാനർജി അടക്കം? തൊഴിൽ സ്നേഹം എന്നത് ഒരു തട്ടിപ്പാണോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, ഈ മമതാ ബാനർജി ഇതിന്റെ ഒരു കാര്യം, ഈ പശ്ചിമ ബംഗാൾ സംസ്ഥാന സർക്കാരിനും ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അതായത് ഇവിടെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ ജോലി ചെയ്ത്
ഒരു മാസം ഒരു തൊഴിലാളി 15,000 രൂപ, ഏറ്റവും കുറഞ്ഞത് നമുക്ക് കണക്ക് കൂട്ടാം, 10,000 രൂപയെങ്കിലും ഗ്രാമത്തിലേക്ക് അയക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ഒരു സംഖ്യ. ഒരു 15,000 രൂപയിൽ കൂടുതൽ ഒരു തൊഴിലാളി ഗ്രാമത്തിലേക്ക് അയക്കുന്നുണ്ടെന്ന് നമുക്ക് കരുതാം. അതിൽ കൂടുതൽ അയക്കുന്നുണ്ട്. അതായത് 1000, 1200 വരെ ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു 15,000 രൂപ ചെലവെല്ലാം കഴിഞ്ഞിട്ട് ഒരു തൊഴിലാളിക്ക് എങ്ങനെയായാലും അയക്കാനായിട്ട് കഴിയും. ഈ 15,000 രൂപ അവിടെ കിട്ടുന്നുണ്ട്. അതാ സംസ്ഥാന സർക്കാരിന്, അതായത് ആ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ നിന്ന് ആ സംസ്ഥാനത്തിലേക്ക് എത്തുന്ന പണമാണ്. ഇത് വളരെ കോടിക്കണക്കിന് വരുന്ന തുകയാണ് അവിടെ എത്തുന്നത്. അത് അവിടുത്തെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ വലിയ തരത്തിൽ ഉത്തേജിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ആ സംസ്ഥാനത്തിന് പുറത്തു പോകുന്ന തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ല എന്നും അവരുടെ സുരക്ഷിതത്വത്തിനും ക്ഷേമത്തിനും അവിടെ അതുപോലെ തന്നെ അവരുടെ ഇപ്പൊ ഇവിടുത്തെ തൊഴിലാളികളുടെ കുട്ടികളിലൊക്കെ അവിടുത്തെ ഗ്രാമങ്ങളിലുണ്ട്. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആ ഗ്രാമങ്ങളിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റിന് വളരെ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. ഗവൺമെന്റ് ഈ ഒരു 5,000 രൂപ കൊടുക്കാമെന്ന ചില വൈകാരിക പ്രതികരണങ്ങൾക്കപ്പുറം ആ പുറത്തു പോയി ജോലി ചെയ്യുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ കുടുംബങ്ങളുടേതുൾപ്പെടെ ഉള്ള ഒരു ക്ഷേമ പദ്ധതി അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇത് പറയുമ്പോൾ പോലും മമതാ ബാനർജി ഈ ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ അവിടെ അവർ നടത്തിയ റാലിയെയും മാർച്ചിനെയും ഒക്കെ തന്നെ നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് പോലും. ഈ നമ്മൾ കേരളത്തിൽ നമുക്കൊരു ഉദാഹരണം കാണിക്കാനുണ്ടല്ലോ. നമ്മൾ ഇവിടുന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റും പോയതിന് ശേഷമാണല്ലോ അവിടുത്തെ ഒരു സംസ്കാരവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും കേരളത്തിലേക്ക് പകർത്തിയിടുക. അങ്ങനെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പൊതുവായി മറ്റൊരു മെച്ചപ്പെട്ട തൊഴിൽ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. വിമർശനങ്ങൾ ഏതേ ഉണ്ടെങ്കിലും നമുക്കറിയാം യൂറോപ്യൻ കൺട്രീസിന്റെ ചില മാതൃകകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പശ്ചിമ ബംഗാളിൽ നിന്നും മറ്റും ഇവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ അവർ നാട്ടിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന അവരുടെ ബന്ധുക്കൾക്കോ ഈ കേരളത്തെ പലതുകൊണ്ടും മാതൃകയാക്കുക അല്ലെ ഇവിടുത്തെ ജീവിത തൊഴിൽ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഒരു ചർച്ചയിലേക്ക് വരുമ്പോൾ ചുരുക്കത്തിൽ ആ നാടിനും ഒരു അത്തരത്തിലുള്ള ഒരു ചേഞ്ച് വരാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അതെ, വലിയ തരത്തിലുള്ള പുരോഗതിയാണ് പശ്ചിമ ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയുടെ മറ്റ് പല ഗ്രാമങ്ങളിലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഞാൻ മനസ്സിലാക്കുകയും ഗ്രാമങ്ങളിൽ സന്ദർശിക്കുകയും തൊഴിലാളികളുടെ വീടുകളിൽ താമസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ്. അവർ വീടുകൾ വെച്ചു, അവരുടെ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു, അവർ ഓട്ടോറിക്ഷയിൽ പോയി സ്കൂളിലേക്ക് പോകുന്നു. അപ്പൊ ഇങ്ങനെ അല്ല, അവർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മാംസഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണത്തിൽ അല്ലെങ്കിൽ കറികളുടെ എണ്ണമൊക്കെ വർദ്ധിച്ചിരിക്കുന്നു. ഒരു കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് വലിയ തരത്തിലുള്ള ഒരു പുരോഗതിയിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നുണ്ട്, കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. കുടിയേറ്റം കാരണം വലിയ തരത്തിലുള്ള മാറ്റം ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അവരുടെ ഉപഭോഗം ചെയ്യാനുള്ള ശേഷി വർദ്ധിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് അവർ വലിയ തരത്തിൽ ഉപഭോഗം ചെയ്യുന്നുണ്ട്. വീടുകളിൽ ഒരു 2000 മുമ്പ് അല്ലെങ്കിൽ ഒരു 2005 മുമ്പുള്ള ഈ കുടിയേറ്റ സ്ഥലങ്ങളുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ആളുകൾ കുടിയേറിയിരിക്കുന്ന പശ്ചിമ ബംഗാളിലെ ചില ജില്ലകളുടെ സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുടിയേറ്റം കൊണ്ടൊരു വലിയ തരത്തിലുള്ള കുതിച്ചുചാട്ടം ആ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ വസ്തുതയെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഈ വസ്തുതയെ അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ടെന്നും ഇപ്പോൾ നടത്തുന്ന ചൂഷണത്തിന്റെയും വിവേചനത്തിന്റെയും ഓരോ സ്ഥലങ്ങളിലും കുടിയേറ്റ തൊഴിലാളികൾ നേരിടുന്ന അതിക്രമത്തിന്റെയും പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഈ പൊതുവിൽ ഈ വിഷയത്തെ മനസ്സിലാക്കുന്ന ഒരു ഇടതുപക്ഷ അങ്ങനെ വീക്ഷണകോണിൽ പൊതുവിൽ സാമ്പത്തിക നയങ്ങളെല്ലാം തന്നെ കടുത്ത ദാരിദ്ര്യം വർദ്ധിച്ചു, ഗ്രാമീണ ദാരിദ്ര്യം വർദ്ധിച്ചു, ചൂഷണം വർദ്ധിച്ചു, ജീവിത നിലവാരം മുഴുവനായിട്ട് തകർന്നു എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. വലിയ തരത്തിൽ കുടിയേറ്റം കൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുടിയേറ്റം സൃഷ്ടിച്ചിരിക്കുന്ന തൊഴിൽ മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്ന വലിയ ചൂഷണത്തിന്റെ ശരി, അത് ഞാൻ അംഗീകരിക്കുന്നു. ജോർജ് മാത്യു, ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ അതിഥിത്തൊഴിലാളികളെന്ന് നമ്മളിപ്പോൾ വിശേഷിപ്പിക്കുന്ന ഈ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നുമുള്ള ആളുകൾക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ തമിഴർ എന്നൊക്കെ പൊതുവിൽ അവരാണ് ഇവിടെ കൂടുതലായി തൊഴിൽ മേഖലകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു കാലഘട്ടത്തിന് ശേഷം സംഭവിച്ചത് എന്താ, അവരിൽ നല്ലൊരു പങ്കും തിരികെ പോയി. പകരം ഇവിടെ അവശേഷിക്കുന്നവർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ സ്ഥാപനങ്ങളുടെ മുതലാളിമാരോ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ വാടകയ്ക്കെടുത്ത് നടത്തുന്നവരോ ആയി മാറി.
തൊഴിൽ ദാതാക്കളായി മാറി ഒരർത്ഥത്തിൽ ഇവിടെ അവശേഷിക്കുന്ന അത് എന്നതിന് സമാനമായ ഒരു സാഹചര്യം ഇവിടെയും വീണ്ടും ഉണ്ടായിക്കൂടെ എന്നൊരു ആശങ്ക നമുക്ക് മുന്നിലില്ലേ? അതായത് ഈ തൊഴിലാളികൾ ഒരു ഘട്ടത്തിൽ തിരിച്ചു പോയേക്കാം, അതല്ലെങ്കിൽ ഇവർ മറ്റൊരു മേഖലയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിലും ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി അത് നമുക്ക് മുന്നിൽ കാണാതിരുന്നുകൂടാ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആന്ധ്രയിലുണ്ടായിരുന്നു. ആന്ധ്ര ഈ സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അപ്പൊ ഈ ആന്ധ്രയിൽ ഈ കേരളത്തിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ ഒപ്പമായിരുന്നു ഞാൻ അവിടെ. അപ്പം ഈ തൊഴിലാളികളുടെ ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ 1200 രൂപ കൂലി കിട്ടുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഈ 1000 വരെയും കൂലി കിട്ടുന്നുണ്ട്. കർണാടകയുടെ നഗരപ്രദേശങ്ങളിലൊക്കെ ഈ ഒരു കൂലിയിൽ വലിയ തരത്തിലുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ഒരു 5 വർഷം മുമ്പോ ഒരു 4 വർഷം മുമ്പോ കേരളത്തിന് സമാനമായ കൂലി ആയിരുന്നില്ല ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കൂലി ആ പ്രദേശത്ത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ പ്രദേശത്തിലൂടെ എന്ത് ചെയ്യുന്നു, ബംഗാളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ലേബർ മൈഗ്രേഷൻ ഉണ്ടാവും. ആളുകൾ ഇവിടുന്ന് പോകും എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ പോലും ഒഡീഷയിൽ തന്നെ 800-850 രൂപയൊക്കെ കൂലിയുണ്ട്. ഹെൽപ്പർമാർക്ക് വരെയും കൂലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ലെ 800-850 രൂപ വരെയും കൂലി കിട്ടുന്നുണ്ട് ഒരു മേസന്. അപ്പം ബംഗാളിൽ നിന്നുള്ളവരൊക്കെ ഈ നഗരങ്ങളിൽ അതിനേക്കാൾ കൂടുതൽ കൂലി പലയിടത്തും കിട്ടുന്നുണ്ട്. അപ്പം ഈ എന്ത് ചെയ്യുന്നു, ഈ ബംഗാളിൽ നിന്നൊക്കെയുള്ള തൊഴിലാളികളും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പൊ കേരളത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുമൊക്കെ ഈ പ്രദേശത്തേക്കൊക്കെ മാറിപ്പോകാനായിട്ട് ഒരു സാധ്യതയുണ്ട്. പക്ഷെ അതിലൊരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതിനനുസരിച്ച് ഇവിടുത്തെ കൂലിയിൽ വർധനവുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വലിയ പ്രവണതയിലേക്ക് നയിക്കുകയും തൊഴിലാളികളുടെ വിലപേശൽ ശേഷി വർദ്ധിക്കുകയും തൊഴിലാളികൾക്ക് ഇവിടെ കൂലി കൂടുതൽ കിട്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രാഥമികമായി നടത്തിയിരിക്കുന്നത് അതായത് ആന്ധ്രയിൽ 1200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് 1500 വർദ്ധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് തൊഴിലാളികൾക്ക് മൊത്തത്തിൽ നേട്ടം ഉണ്ടാകുമെന്നും ഇത് ഒരു വലിയ തരത്തിൽ ഒരു തൊഴിലാളികളുടെ ഒരു വലിയ ദാരിദ്ര്യത്തിലേക്കോ അങ്ങനെ ഒരു വിഷയത്തിലേക്കോ ഒന്നും കാര്യങ്ങൾ പോകില്ല എന്നാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല ഇന്ന് ഏറ്റവും കുറഞ്ഞ കൂലിയിൽ താങ്കൾ സൂചിപ്പിച്ചത് ഇവർ മടങ്ങിപ്പോയാൽ പോലും കേരളത്തിൽ മെച്ചപ്പെട്ട ഒരു തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ഇവിടെയുള്ളവർ തന്നെ ആ മേഖലയിലേക്ക് തൊഴിലെടുക്കാൻ വരികയും ചെയ്യും. അങ്ങനെയാണ് താങ്കൾ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഈ ആന്ധ്ര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൂലി കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു, ആന്ധ്രയിലേക്ക് ഉൾപ്പെടെ പോകുമ്പോൾ ഇവിടത്തെ കൂലി വർദ്ധിക്കും. അപ്പം ഈ കൂലി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂലി എവിടെയാണോ വർദ്ധിക്കുന്നത് അവിടെ തൊഴിലാളികൾ നിൽക്കും. ഈ ആന്ധ്രയിലേക്കൊക്കെ പോകുന്നവരുടെ എണ്ണത്തിൽ വലിയ തരത്തിലുള്ള കുറവ്. ഈ ബംഗാളിലെ തൊഴിലാളികൾക്ക് തന്നെ ഇവിടെ 1500 രൂപയ്ക്ക് അവർ ബാർഗെയിൻ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. ആന്ധ്രയിൽ 1200 കിട്ടുമ്പം ഇവിടെ നിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് 1500 രൂപ തരണമെന്നുള്ള രീതിയിൽ തൊഴിലാളികളുടെ വിലപേശൽ ശേഷി വർദ്ധിക്കും. ഞാൻ തൊഴിലാളികളുടെ വിലപേശൽ ശേഷി വർദ്ധിക്കുകയും തൊഴിലാളികൾ ഇവിടെ തുടരുകയും ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് യഥാർത്ഥത്തിൽ തൊഴിലാളികൾക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ കൂലി വർദ്ധിച്ചത് ഇവിടെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യത്തോടുകൂടി കൂടുതൽ വേതനത്തോടുകൂടി ഇവിടെ തൊഴിൽ ചെയ്യുന്ന ബംഗാളി തൊഴിലാളികൾക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം കിട്ടുന്നതിനേക്കാൾ വേതനം വർദ്ധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുന്നത്, ഇപ്പം ഈ 500, 700, 600 രൂപയൊക്കെ വാങ്ങിയാണ് ഇന്ത്യയിലെ ഏറ്റവും സാമൂഹ്യ പിന്നോക്കാവസ്ഥയുള്ള ആദിവാസി മേഖലകളിൽ നിന്ന്. അതല്ല ഇന്ത്യയിലെ ഒരു ആദിവാസി കോറിഡോറിന്റെ ഇതെടുക്കുക, മധ്യപ്രദേശ്, ആസാം, ജാർഖണ്ഡ്, ബീഹാർ, ഒഡീഷ ഈ മേഖലകളിൽ നിന്നൊക്കെ നിർമ്മാണ മേഖല മറ്റു പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഏറ്റവും സാമൂഹ്യ പിന്നോക്കാവസ്ഥയുള്ള മേഖലകളിൽ നിന്നായിട്ടുള്ളത് കൊണ്ട് വളരെ കുറഞ്ഞ കൂലിക്കാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പം ഈ മൊത്തത്തിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും കൂടെ ഈ വേതനം വർദ്ധിച്ചത് ഈ തൊഴിലാളികളുടെയും കൂടെ ബാർഗൈനിങ് ശേഷി വർദ്ധിക്കും എന്നാണ്. ഈ തൊഴിലാളികൾക്കും കൂടെ വേതനം വർദ്ധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി. ഒരു കാര്യം കൂടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ കൂടെ കൂട്ടി വായിക്കപ്പെടുമ്പോൾ 1000 രൂപ വന്ന് മാസത്തിൽ 30 ദിവസവും തൊഴിൽ കിട്ടുന്നു എന്ന് ബംഗാളികൾ പറയുന്ന ഒരു സംസ്ഥാനത്ത് തന്നെ തൊഴിലില്ലായ്മ എന്ന ചർച്ച ഇപ്പോഴും ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുത എന്താണ്? നമ്മുടെ ഇവിടെ അവശേഷിക്കുന്ന ഈ നിർമ്മാണ മേഖലയിലൊക്കെ പണിയെടുക്കുന്ന മലയാളികളായ ആളുകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട കൂടുതൽ തൊഴിൽ സാഹചര്യം ഉണ്ടാക്കാൻ ഈ അതിഥി തൊഴിലാളികളുടെ കടന്നുവരവ് ഇടവെച്ചിട്ടുണ്ടോ? ഈ കേരളത്തിലെ ഈ അതിഥി തൊഴിലാളികൾ വന്നതോടുകൂടി തൊഴിൽ
തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് കുറഞ്ഞിട്ടൊന്നുമില്ല. മൊത്തത്തിൽ ഈ പ്രാദേശികമായിട്ടുള്ള തൊഴിലാളികൾക്കൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു, അവര് ഈ കേരളത്തിലുണ്ടായിരിക്കുന്ന ഈ ഉൽപാദന മേഖല വികസിക്കുകയും ഈ കേരളത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവുകയും ഈ മാറ്റത്തിൽ നിന്ന് ഈ തൊഴിലാളികളുടെ അധ്വാനം വഴി സമൂഹത്തിലുണ്ടായ സമ്പത്തും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ കൂടുതൽ വിദ്യാഭ്യാസം ആർജിക്കുകയും പുതിയ തലമുറ കൂടുതൽ വിദേശത്തേക്ക് പോവുകയും മൊത്തം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുക ചെയ്തത്. പിന്നെ വേറൊരു കാര്യം, ഈ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് സംഘടിത മേഖലയിൽ മുമ്പ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ, റെയിൽവേ അല്ലെങ്കിൽ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ സംഘടിത തൊഴിലാളി വർഗം ഉണ്ടല്ലോ. ഈ സംഘടിത തൊഴിലാളി വർഗത്തിന് കിട്ടിയിരിക്കുന്നത് പോലുള്ള ഒരു സുരക്ഷിതത്വം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം കരാർ തൊഴിൽ വ്യാപകമായ രീതിയിൽ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കുന്നു. അതായത് തൊഴിൽ സ്ഥിരത ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. IT സെക്ടറിലേക്കൊക്കെ കേരളത്തിൽ ഇപ്പൊ നിർമ്മാണ മേഖലയിൽ തൊഴിൽ ചെയ്തിരുന്നവരുടെ പുതിയ തലമുറ എന്ത് ചെയ്തു, അവർ IT സെക്ടറിലേക്ക് മാറി. മറ്റു പലതരത്തിലുള്ള കോർപ്പറേറ്റ് സെക്ടറിലുള്ള ജോലികളിലേക്ക് അവർ കേരളത്തിൽ തന്നെ പ്രവേശിച്ചു. അവർ വിദേശത്തേക്ക് പോയി. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. ചെയ്തവരുടെ പുതിയ തലമുറ ഇതുപോലുള്ള കായികാധ്വാനമുള്ള മേഖലയിലേക്ക്, കൺസ്ട്രക്ഷൻ മാത്രമല്ല കായികാധ്വാനമുള്ള മേഖലയിലേക്ക് വന്നില്ല. പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുകയും അവർ കൂടുതൽ ഈ എന്ത് ചെയ്തു, പുറത്തുനിന്നുള്ള തൊഴിലാളികൾ ഇവിടെ പ്ലേസ് ചെയ്യപ്പെട്ടു കായികാധ്വാനത്തിന്. അതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരായിരിക്കുന്ന ആളുകളുടെ കായികാധ്വാനം ലഘൂകരിക്കപ്പെടുകയും അവർ കൂടുതൽ മെച്ചപ്പെട്ട വികസിച്ച മേഖലകളിലേക്ക് അവർ തൊഴിൽ തേടി പോവുകയും ചെയ്തു. ഇത് മൊത്തത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പുരോഗതിയാണ്, കേരളത്തിലേക്ക് ബേസിക്കലി ഒരു പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. ശരി, വളരെ നന്ദി. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, ശ്രീ ജോർജ് മാത്യു സൂചിപ്പിച്ചതുപോലെ ഇത് കേരളത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കില്ല എന്നതാണ് വാദം. എന്തായാലും മമതാ സർക്കാർ വിളിക്കുന്നു, നിങ്ങൾ മടങ്ങി വരൂ, ബംഗാളികൾ മടങ്ങി വരൂ, നിങ്ങൾക്ക് നാട്ടിൽ മികച്ച തൊഴിലവസരങ്ങളുണ്ട്, മികച്ച വേതനമുണ്ടാകും എന്ന വലിയ വാഗ്ദാനങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ മടങ്ങിപ്പോവില്ല എന്ന് കേരളത്തിൻ്റെ പ്രധാന തൊഴിൽ മേഖലയിലുള്ള അതിഥി തൊഴിലാളികൾ നിലപാടെടുക്കുകയാണ്. പക്ഷേ കൂടുതൽ ഈ മേഖലയുടെ പ്രതികരണം എന്താണെന്ന് കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നും കൂടി നമുക്ക് പരിശോധിക്കാം. ഇടവേളയ്ക്ക് ശേഷം